അദാനി ഗ്രൂപ്പ് നൽകിയ മാനനഷ്ട കേസിൽ മാധ്യമപ്രവർത്തകനെ തടവ് ശിക്ഷ. മലയാളിയായ രവി നായരെ 1 വർഷത്തേക്ക് ശിക്ഷിച്ചു. തടവിനൊപ്പം പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. ഗാന്ധിനഗർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. തെറ്റായ വാർത്ത നൽകിയെന്ന അദാനി എന്റർപ്രൈസസിന്റെ ഹർജിയിലാണ് വിധി. വിവരങ്ങളുമായി തൗഫീഖ് ചേരുന്നു. തൗഫീഖ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അദാനി ഗ്രൂപ്പിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന കേസിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ രവി നായർക്ക് 1 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ മാൻസ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. തടവ് ശിക്ഷയ്ക്ക് പുറമെ കോടതി ഇദ്ദേഹത്തിന് പിഴയും ചുമത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ പ്രമുഖ കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു വിധി പുറത്തു വന്നിരിക്കുന്നത്. കമ്പനിയുടെയും അദാനി ഗ്രൂപ്പിന്റെയും സൽപ്പേരിനെ കളങ്കമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് രവി നായർ തെറ്റായതും അപകീർത്തിപരവുമായ പ്രസ്താവനകൾ ട്വിറ്ററിലൂടെ പ്രചരിപ്പിച്ചുവെന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതി. ഈ പരാതിയിൽ തുടർന്നായിരുന്നു വലിയ രീതിയിൽ ആ കേസ് കോടതിയിൽ നടന്നിരുന്നത്. രവി നായരുടെ ട്വീറ്റുകൾ ന്യായമായ വിമർശനങ്ങളല്ലെന്നും മറിച്ച് പൊതുജനങ്ങൾക്കും നിക്ഷേപകർക്കുമിടയിൽ കമ്പനിയുടെ വിശ്വസ്തത തകർക്കാൻ ബോധപൂർവം രൂപകൽപ്പന ചെയ്തതാണെന്നായിരുന്നു അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് കോടതിയിൽ വാദിച്ചത്. ഈ വാദങ്ങൾക്ക് ശേഷമാണ് കോടതി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ശിക്ഷയോട് ഇതുവരെയും രവി നായരുടെ പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല.